ആലുവയിലെ 2 വീടുകളിൽ നിന്നായി 38 പവൻ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികളെ രാജസ്ഥാനിൽ പോയി പിടികൂടി ആലുവ പോലീസ്. 2500 കിലോമീറ്റർ താണ്ടി രാജസ്ഥാനിലെ അജ്മീറിലെത്തിയാണ് പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത്. പോലീസിന് നേരെ വെടിയുയർത്തിയ പ്രതികളെ 5 പേരുൾപ്പെടെ പോലീസ് സംഘം അതിസാഹസികമായാണ് പിടികൂടിയത്. ഫെബ്രുവരി 9-ാം തീയതി ആലുവ കുട്ടമശ്ശേരിയിലെ മുഹമ്മദ് അലി എന്നയാളുടെ വീട്ടിൽ നിന്ന് 18 പവനും 12,500 രൂപയുമാണ് മോഷണം പോയത്. തൊട്ടടുത്ത ദിവസം തന്നെ ആലുവ റൂറൽ SP ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന ബാബു എന്നയാളുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയി. തുടർന്ന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ആലുവ പോലീസ് സ്ക്വാഡ് അജ്മീറിലെത്തുകയായിരുന്നു. അജ്മീറിലെത്തിയപ്പോൾ തന്നെ പോലീസ് സംഘം തങ്ങളുടെ തൊട്ട് മുന്നിൽ സഞ്ചരിക്കുന്ന ബൈക്കിലെ യുവാക്കളാണ് തങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതികളെന്ന് തിരിച്ചറിയുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അജ്മീറിലെ ദർഗാ ഷെരീഫിന് മുന്നിൽ ചന്തയിൽ ആൾക്കൂട്ടത്തിലേക്ക് പ്രതികൾ കയറിയതോടെ ഇവരെ പിടികൂടുക പോലീസിന് വെല്ലുവിളിയായി തീർന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ 5 അംഗ സംഘം ചന്തക്ക് അകത്തേക്ക് കടന്ന് പ്രതികളെ കണ്ടെത്തി. കേസിലെ 1-ാം പ്രതിയായ ഷെഹജാദിന്റെ പിന്നാലെ എത്തിയ അന്വേഷണ സംഘം നിമിഷ നേരം കൊണ്ട് തന്നെ ഇയാളെ കീഴ്പ്പെടുത്തി. ഇതേ സമയത്താണ് 2-ാം പ്രതി ഡാനിഷിന്റെ കയ്യിൽ പോലീസുകാർ തോക്ക് കണ്ടത്. ഇയാളെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴേക്ക് ഡാനിഷ് പോലീസിന് നേരെ വെടിയുയർത്തുകയായിരുന്നു. ഇതേ സമയത്ത് ആദ്യ പ്രതി രക്ഷപ്പെട്ടോടുകയും ചെയ്തു. വെടിവെപ്പിൽ പതറാതെ നിന്ന പോലീസ് സംഘം ഉടൻ തന്നെ ഡാനിഷിനെ കീഴ്പ്പെടുത്തി. തുടർന്ന് ഷെഹജാദിന് പിന്നാലെ 1.5 കിലോമീറ്ററോളം ഓടിയ പോലീസ് സംഘം ഇയാളെയും പിടികൂടുകയായിരുന്നു. ആലുവ SI SS ശ്രീലാലിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മോഷണക്കേസിലെ പ്രതികളെ തേടി യാത്ര ആരംഭിച്ചത്. മധ്യപ്രദേശിലെ ഉജ്ജയിൻ, ഇൻഡോർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പ്രതികളുടെ സാന്നിധ്യമുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും പ്രതികൾ അജ്മീറിലേക്ക് കടന്നിരുന്നു. പ്രതികളെ അജ്മീർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആലുവ SI ശ്രീലാലിനൊപ്പം CPOമാരായ NA മുഹമ്മദ് അമീർ, VA അഫ്സൽ, മാഹിൻ ഷാ അബൂബക്കർ, KM മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.